വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ സത്യഭാമയാണെങ്കിൽ ആ ലെറ്റർ വായിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വിഷ്ണുവും ശാലിനിയും കൂടി ആ വീട് പാല് കാച്ചുന്ന സീനാണ് കാണിക്കുന്നത്. ശാരദാമ്മയുണ്ട്, കമലൻ, വിഷ്ണു, ശാലിനി, ജയശ്രീയുടെ അമ്മയും ഒക്കെ ചേർന്നാണ് അവർ ആ ഒരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. അന്നേരം പാലിങ്ങനെ തിളച്ച് തൂകുന്ന ആ സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കമല അവരെല്ലാവരും കൂടി ഇരുന്ന് ഹാളിലിരുന്ന് സംസാരിക്കുമ്പോൾ കമലൻ പറയുന്നുണ്ട്, ഗൃഹനാഥനും ഗൃഹനാഥയും പാല് കാച്ചിയ ഈ വീട്ടിൽ തന്നെയാണ് അന്തി ഉറങ്ങേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയാണെങ്കിൽ അത് ആലോചിച്ച് ചെയ്യാം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. വിഷ്ണുവിനാകപ്പാട് സന്തോഷം തന്നെയാണ്. തങ്ങൾക്ക് ഒരുമിച്ച് ഒരു വീട്ടിൽ മക്കളോടൊപ്പം താമസിക്കാം എന്നുള്ളത് ആലോചിക്കുമ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ്. ഇതേസമയം അവിടെ സത്യഭാമയാണെങ്കിൽ ആ ലെറ്റർ വായിക്കുന്നുണ്ട്. അതിനുശേഷം ഭാമയാണെങ്കിൽ അത് ചുരുട്ടിക്കൂട്ടി കളയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ പിന്നീട് ഭാമയ്ക്ക് എന്തോ ഈ കൊച്ചിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. വീണ്ടും അത് നിവർത്തി വായിക്കുകയാണ് ഈ ഭാമ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സത്യ വിഷ്ണുവിൻ്റെ മകളാണെങ്കിൽ അത് അറിയുക തന്നെ വേണം എന്നിങ്ങനെ ഭാമ അന്നേരം സങ്കടമൊക്കെയാണ് ഭാമയുടെ മനസ്സിൽ. പിന്നെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഒക്കെ സങ്കടവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ നേരെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നേരം പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ശാന്ത മാത്രമേ അവിടെയുള്ളൂ, ശാരദാമ്മയില്ല. ശാരദാമ്മയാണെങ്കിൽ ഇവിടെ പാല് കാച്ചിന് ഇവിടെ അവർ വാടക വീട്ടിലേക്ക് വന്നിരുന്ന അവരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെല്ലുമ്പോൾ ശാരദാമ്മ ഇല്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാന്തയാണെങ്കിൽ ശാരദാമ്മയെ ഫോൺ ചെയ്യുന്നുണ്ട്. പിന്നെ ശാരദാമ്മയെ കാണാനായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരാന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ വിഷ്ണുവും ശാലിനിയും എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. അന്നേരം സത്യാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായിരിക്കും സംഭവം എന്നുള്ളത്. അത് അത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിനോടൊക്കെ ചോദ്യം ചോദിക്കുമായിരിക്കും സത്യഭാമയാണെങ്കിൽ ഒരു വിഷ്ണുവിൻ്റെ മകളാണോ എന്നുള്ളതൊക്കെ. പക്ഷേ സത്യയുടെ അച്ഛൻ ആരാണ് എന്നുള്ളതൊക്കെ സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സത്യഭാമ നേരിട്ട് ശാരദാമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ശാരദാമ്മ ഇവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ തിരിച്ചവിടെ ചെല്ലുമോ, സത്യഭാമയായിട്ട് സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും സത്യങ്ങൾ എന്തായാലും പെട്ടെന്ന് കറങ്ങിത്തിരിഞ്ഞ് വരാനുള്ള ആ ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഭാമ സത്യം അംഗീകരിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.